ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് വിളവെടുപ്പ് ഉത്സവമായ മകരസംക്രാന്തി ആഘോഷിക്കുന്നു. ഉത്സവവേളയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ന്യൂഡൽഹിയിൽ നടന്ന മകരസംക്രാന്തി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. തമിഴ്നാട്ടിൽ പൊങ്കൽ എന്നും ഗുജറാത്തിൽ ഉത്തരായൻ എന്നും അസമിൽ ഭോഗലി ബിഹു എന്നും പശ്ചിമ ബംഗാളിൽ പൌഷ് സംക്രാന്തി എന്നും വ്യത്യസ്ത പേരുകളിലാണ് മകരസംക്രാന്തി ആഘോഷിക്കുന്നത്. മകരവിളക്ക് മഹോത്സവത്തിനൊരുങ്ങി ശബരിമല സന്നിധാനവും പൂങ്കാവനവും. സന്നിധാനത്ത് ഇന്ന് വൈകിട്ട് 3:08 മകരസംക്രമ പൂജ നടക്കും. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 6 സന്നിധാനത്തെത്തും. തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധനയും മകരജ്യോതിയും ദർശിക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് കാത്തിരിക്കുന്നത്. മകരവിളക്ക് കാണുന്നതിനായി മരങ്ങളിൽ കയറുകയോ അനധികൃതമായി വനമേഖലകളിലേക്ക് കടക്കുകയോ ചെയ്യരുതെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വനത്തിനകത്ത് ഭക്ഷണം പാകം ചെയ്യുന്നതും കർശനമായി വിലക്കിയിട്ടുണ്ട്. മകരവിളക്ക് മഹോത്സവത്തിന് സന്നിധാനം പൂർണ്ണ സജ്ജമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. തിരക്കൊഴിവാക്കാൻ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് നൽകിയ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ പാസ് ഉള്ളവർക്കേ തിരുമുറ്റത്തും ഫ്ളൈ ഓവറുകളിലും നിന്ന് മകരജ്യോതി ദർശിക്കാൻ കഴിയൂ. സന്നിധാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കി. തീർത്ഥാടകരുടെ മടക്കയാത്രയ്ക്കായി KSRTC 1000 ബസ്സുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 56 ദിവസം നീണ്ട മുറജപത്തിന് സമാപനം കുറിച്ചുള്ള ലക്ഷദീപം ഇന്ന് നടക്കും. നവംബർ 20 ആരംഭിച്ച മുറജപ ചടങ്ങുകൾക്കൊടുവിലാണ് ലക്ഷദീപം തെളിയിക്കുന്നത്. ലക്ഷദീപത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ കിഴക്കേക്കോട്ട, അട്ടക്കുളങ്ങര, ശ്രീകണ്ഠേശ്വരം, വാഴപ്പിള്ളി, വെട്ടിമുറിച്ചകോട്ട എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങളുണ്ടാകും. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്നവർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണ്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിലും ഗണപതിക്കോവിൽ, SP ഫോർട്ട്, മിത്രാനന്തപുരം, വാഴപ്പിള്ളി, വെട്ടിമുറിച്ചകോട്ട റോഡിലും മിത്രാനന്തപുരം, പടിഞ്ഞാറേക്കോട്ട, ഈഞ്ചക്കൽ റോഡിലും ഈഞ്ചക്കൽ, കൊത്തളം, അട്ടക്കുളങ്ങര റോഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. തമിഴ്നാട്ടിലെ മുഖ്യ ആഘോഷമായ തൈപ്പൊങ്കൽ പ്രമാണിച്ച് കേരളത്തിലെ 6 അതിർത്തി ജില്ലകൾക്ക് നാളെ പ്രാദേശിക അവധി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, ഇടുക്കി, വയനാട് ജില്ലകൾക്കാണ് അവധി. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണിത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ തുടക്കമായി. തേക്കിൻകാട് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം മേള ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 18 വരെ നീളുന്ന കലാമാമാങ്കത്തിൽ 25 വേദികളിലായി 15,000-ലേറെ പ്രതിഭകൾ മാറ്റുരയ്ക്കും. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ കുതിരരൂപം പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. കൊടിമരത്തിന് മുകളിൽ സ്ഥാപിക്കുന്ന അയ്യപ്പന്റെ വാഹനമായ കുതിരയുടെ രൂപമാണിത്. ലൈംഗിക പീഡന കേസിൽ SIT കസ്റ്റഡിയിൽ വാങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. ഇന്ന് പുലർച്ചെ 5:30 തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. രാഹുലിന്റെ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി നോട്ടീസ് ലഭിച്ചവർക്ക് രേഖകൾ അപ്ലോഡ് ചെയ്യാൻ ഓൺലൈൻ സംവിധാനമൊരുങ്ങി. voters.eci.gov.in എന്ന വെബ്സൈറ്റ് ലിങ്കിൽ പ്രവേശിക്കുമ്പോൾ സബ്മിറ്റ് ഡോക്യുമെന്റ് എഗെയിൻസ്റ്റ് നോട്ടീസ് ഇഷ്യൂഡ് എന്ന ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ ജനുവരി 12 സമർപ്പിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. കൃത്യമായ കാരണങ്ങളില്ലാത്ത സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കുമെന്നും അവർക്ക് 5 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനാവില്ലെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. കൊല്ലം ആയൂർ തോട്ടത്തറ മുട്ടക്കോഴി ഹാച്ചറിയിൽ രോഗതീവ്രതയോ വ്യാപനമോ ഇല്ലാത്ത H9N2 പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഹാച്ചറിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി കോഴികൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് ഭോപ്പാലിലെ ദേശീയ ഹൈ സെക്യൂരിറ്റി രോഗനിർണയ ലബോറട്ടറിയിലാണ് പരിശോധന നടത്തിയത്. മുൻകരുതലിന്റെ ഭാഗമായി നിരീക്ഷണം 16 പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ലക്ഷദ്വീപിൽ ആരംഭിച്ചു. കവരത്തിയിലെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K. ത്രിപാഠി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.